നമസ്കാരം. ജീവിത പ്രശ്നങ്ങൾ നേരിടുന്നവരാണോ നിങ്ങൾ? എങ്കിൽ തീർച്ചയായും നിങ്ങളുടെ പേരും നാളും ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഞങ്ങളുടെ പ്രാർത്ഥനാ വേളകളിൽ ഞങ്ങളത് ഉൾപ്പെടുത്തുന്നതാണ്. നമസ്കാരം. സുദർശന TV ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം നിങ്ങളിലേക്ക് എത്തിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇന്നു മുതൽ 67 ദിവസത്തിനുള്ളിൽ 27 നക്ഷത്രക്കാരിലെ 9 നക്ഷത്രക്കാർക്ക് വളരെ വലിയ തരത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകാൻ പോകുന്നു. മാറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ തലവര വരെ മാറാൻ പോകുന്നു എന്ന് പറയാം. കാരണം ബുധൻ മീനം രാശിയിലേക്ക് എത്തിയിരിക്കുന്ന കാര്യം കഴിഞ്ഞ എപ്പിസോഡിൽ തന്നെ നമ്മൾ പറയുകയുണ്ടായി. ഈ ബുധൻ മീനം രാശിയിൽ നിന്ന് കഴിഞ്ഞാൽ ചില നക്ഷത്രക്കാർക്ക് വളരെ ഗുണം ചെയ്യുന്നുണ്ട്. വളരെ ഗുണമെന്ന് പറഞ്ഞാൽ മഹാഭാഗ്യം നടക്കുന്ന ഒരു കാലഘട്ടമായിട്ട് കരുതാം. കാരണം ഇതുവരെ ഉണ്ടായ തരത്തിലുള്ള ബുദ്ധിമുട്ടുകളെല്ലാം മാറി പലവിധ കഷ്ടപ്പാടുകളാൽ ജീവിച്ചു വന്ന 9 നക്ഷത്രക്കാർ, അവർക്ക് വളരെ വലിയ വ്യത്യാസം തന്നെയാണ് ഉണ്ടാകാൻ പോകുന്നത്. കഷ്ടപ്പാടുകളൊക്കെ അകന്ന് നല്ല കാലം ആരംഭിക്കാനും തൊഴിൽ മേഖലയിൽ നേട്ടങ്ങൾ ഉണ്ടാകാനും കടബാധ്യതയിൽ മുഴുകി നിന്നിട്ടുള്ള ആൾക്കാരുണ്ട് ഈ കൂട്ടത്തിൽ. അവരുടെ കടങ്ങൾ പൂർണ്ണമായിട്ടൊഴിഞ്ഞ് നല്ല ഒരു സാമ്പത്തിക വരവുണ്ടാകാനും ഒക്കെ കഴിയുന്നതായിട്ടുണ്ട് ഈ ബുധൻ്റെ മീനം രാശിയിലെ നിൽപ്പ്. അപ്പോൾ തീർച്ചയായിട്ടും ആ 9 നക്ഷത്രക്കാർ ആരൊക്കെയാണെന്ന് നോക്കാം. ഈ നക്ഷത്രം മാത്രം അറിയാൻ വന്നിരിക്കുന്നവരൊന്ന് ശ്രദ്ധിക്കുക. നക്ഷത്രം മാത്രം അറിഞ്ഞുകൊണ്ട് പോയിട്ട് യാതൊരു ഗുണവുമില്ല. കാരണം ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ സൂചിപ്പിച്ചു, നമുക്ക് ആ ഭാഗ്യം കിട്ടണമെന്നുണ്ടെങ്കിൽ ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്, ചില പരിഹാരങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്, വീട്ടിൽ ചില കാര്യങ്ങൾ അനുഷ്ഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്യുന്നത് വഴി മാത്രമേ നമുക്ക് ആ ഭാഗ്യം ലഭിക്കുകയുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും ആദ്യത്തെ 3 നക്ഷത്രക്കാരെന്ന് പറയുന്നത് മകം, പൂരം, ഉത്രം, കാൽ നക്ഷത്രക്കാരാണ്. ഈ 3 നക്ഷത്രക്കാർ സാമ്പത്തിക ബാധ്യതയിൽ മുങ്ങി താഴ്ന്നു പോയവരാണ്. ഒരു 100 രൂപ പോലും കയ്യിലെടുക്കാൻ പറ്റാത്ത അവസ്ഥ ഇവരിലുണ്ടായിട്ടുണ്ട്. ഒരുപക്ഷെ ആഗ്രഹിക്കുന്ന ഭക്ഷണം പോലും പൈസ കൊടുത്ത് വാങ്ങിച്ച് കഴിക്കാൻ പറ്റാത്ത ഒരു സ്ഥിതി ഇവർക്കുണ്ടായിട്ടുണ്ട്. എന്നാൽ ഈ ബുധൻ മീനം രാശിയിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ ആ മഹാഭാഗ്യം ഇവരെ സാമ്പത്തികമായി വലിയ രീതിയിൽ ഉയർത്തുന്നു. അതായത് നിലവിൽ എന്തെങ്കിലും കടബാധ്യതകളുള്ള ആളാണെങ്കിൽ തീർച്ചയായിട്ടും അതെല്ലാം മാറി കടങ്ങൾ പരിഹരിച്ച്, അതായത് കടങ്ങൾ തീർത്ത് മുന്നോട്ട് പോകാൻ പറ്റുന്ന അനുകൂലമായിട്ടുള്ളൊരു സമയമാണ്. ഒരുപക്ഷെ ഇപ്പോൾ ചിന്തിക്കും, ഒരു സോഴ്സും കാണത്തില്ല, ഇപ്പോൾ നോക്കുമ്പോൾ എവിടുന്ന് കിട്ടാനാ, ആര് തരാനാ എന്നൊരു ചിന്ത മനസ്സിൽ കാണും. പക്ഷേ നമ്മളിലേക്ക് ഈ 67 ദിവസത്തിനകമായിട്ട് പുതിയ പുതിയ വഴികൾ, ഒരുപക്ഷെ നമ്മൾ ചിന്തിക്കാത്ത മേഖലകൾ പോലും നമ്മൾ സഞ്ചരിച്ച്, അതല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കാത്ത തരത്തിലുള്ള വ്യക്തികൾ സഹായങ്ങൾ കൊണ്ടുവരികയോ അല്ലെങ്കിൽ അപ്രതീക്ഷിതമായിട്ട് ധനവരവുണ്ടാകുകയോ ഒക്കെ ചെയ്യുന്ന ഒരു മാജിക് ഈ ഒരു 67 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയും. തീർച്ചയായിട്ടും ആ ഒരു അവസ്ഥ നിങ്ങളെ സാമ്പത്തിക ബാധ്യതയിൽ നിന്ന് ഉയർച്ചയുണ്ടാകാൻ വലിയ രീതിയിൽ സാധ്യത കാണുന്നുണ്ട്. മാത്രമല്ല ഈ 67 ദിവസത്തിനുള്ളിൽ വരുന്ന ഈ PSC എക്സാമുകളുണ്ട്. അപ്പോൾ അതിൽ എഴുതാൻ നിൽക്കുന്നവർക്ക് പറ്റിയ സമയമാണ്. കാരണം അവർ തിരഞ്ഞെടുക്കുന്ന ഉത്തരങ്ങൾ അവരിലേക്ക് ശരിയായിട്ട് വരാനുള്ള സാധ്യത, ബുധകാരകനായിട്ടുള്ള ശ്രീകൃഷ്ണ സ്വാമിയെ പ്രാർത്ഥിക്കുന്നത് വഴി അവർ തിരഞ്ഞെടുക്കുന്ന ഉത്തരങ്ങൾ, അല്ലെങ്കിൽ ഏതെങ്കിലും കാലത്ത് അവർ വായിച്ച് മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങൾ അവരുടെ ഓർമ്മയിൽ നിന്ന് പോയിട്ടുണ്ടെങ്കിൽ ഈ ഒരു കാലയളവിൽ അവർക്ക് ആ പഴയ കാര്യങ്ങൾ ഓർത്തെടുക്കാനും, ചിലപ്പോൾ ഒരു ക്വസ്റ്റ്യനിൽ ഒരു 2 വാക്ക് ചേർന്ന് വരുമ്പോൾ തന്നെ അവർക്ക് പണ്ട് പഠിച്ച കാര്യങ്ങൾ ഓർമ്മയിൽ വരാനും ഒക്കെ വളരെയധികം സാധ്യത കൂടുതലായിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും PSC എക്സാമുകൾക്ക് ശ്രമിക്കുന്ന കുട്ടികൾ, അവർക്ക് വലിയൊരു വിജയം ഉണ്ടാക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു കാലയളവാണ് ഈ 67 ദിവസങ്ങൾ എന്ന് പറയുന്നത്. അത് പിന്നെ എല്ലാവരും ചിന്തിക്കും, എത്ര പേര് എഴുതുന്നതാ? 67 ദിവസത്തിനുള്ളിൽ എക്സാം വരുന്നതിൽ എത്ര ആൾക്കാർ കേരളത്തിലുണ്ട്? അപ്പോൾ ഒന്നുകിൽ സീറ്റ് വളരെ കുറവായിരിക്കും. അപ്പോൾ ഈ എല്ലാവർക്കും കിട്ടുമോ എന്നുള്ളൊരു ചോദ്യം വരും. തീർച്ചയായിട്ടും അവനവൻ്റെ കർമ്മഫലം അനുസരിച്ചാണ് റിസൾട്ട്. അവനവൻ നല്ല രീതിക്കുള്ള കാര്യങ്ങളാണ് ജീവിതത്തിൽ ചെയ്തേക്കുന്നത്, അല്ലെങ്കിൽ നന്മ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ
തീർച്ചയായിട്ടും അതിനനുസരിച്ചാണ് അവർക്ക് റിസൾട്ട് വരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈശ്വരാധീനം വർദ്ധിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുള്ള ആൾക്കാർ, അതായത് ക്ഷേത്രദർശനം, മന്ത്രജപം, നാമജപം, പിന്നെ പുണ്യപ്രവൃത്തികൾ എന്നീ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളവർക്ക് തീർച്ചയായിട്ടും അവർ ഒന്നാം സ്ഥാനത്ത് തന്നെ വരും. അതിനുശേഷമാണ് 1 മുതൽ താഴേക്ക് ഓരോ അവനവൻ്റെ കർമ്മഫലം അനുസരിച്ചാണ് അതിൻ്റെ റിസൾട്ട് വരുന്നത്. അത് വലിയൊരു ചാൻസാണ്. കാരണം PSC എക്സാം വരുന്ന സമയത്തും അല്ലെങ്കിൽ ഈ കുട്ടികൾക്കുള്ള എക്സാം നടക്കുന്ന കാലയളവാണ്. ആ സമയത്തൊക്കെ ഇവർക്ക് പിന്നെ എഴുതാമെന്നുണ്ടെങ്കിൽ അവർ പഠിച്ച കാര്യങ്ങൾ അവരുടെ ഓർമ്മയിലേക്ക് വരികയൊക്കെ ചെയ്യും. പിന്നെ ഇതിന് ചില പരിഹാരങ്ങളൊക്കെ ഉണ്ട്, അത് ഞാൻ പറഞ്ഞു തരാം. അതുപോലെ മറ്റു ചിലർ തർക്കങ്ങളിൽ പെട്ട് നിൽക്കുന്ന ആൾക്കാരുണ്ട്. തർക്കങ്ങൾ, ഒന്നുകിൽ വസ്തു തർക്കം, അല്ലെങ്കിൽ ദാമ്പത്യ ജീവിതത്തിലെ അല്ലെങ്കിൽ കുടുംബ പ്രശ്നങ്ങളുമായിട്ടുള്ള പ്രശ്നങ്ങൾ, വഴക്കുകൾ. അപ്പോൾ കലഹശബ്ദങ്ങൾ കേൾക്കും, നിരന്തരം ആ വീട്ടിൽ വഴക്കായിരിക്കും. അപ്പോൾ അതിൽ നിന്ന് ഒരു ആശ്വാസം കിട്ടാൻ പോവുകയാണ്. തർക്കങ്ങളെല്ലാം പറഞ്ഞ് പരിഹരിച്ച് സമാധാനപരമായിട്ട് കുടുംബജീവിതം മുന്നോട്ട് പോകുന്ന ഒരവസ്ഥ ഉണ്ടാകും ഈ 67 ദിവസത്തിനകമായിട്ട് തന്നെ. പിന്നെ അത് 67 ദിവസം കഴിഞ്ഞാൽ വീണ്ടും ഇല്ല ഇൻ്റർവെല്ല് പോലെ കുറച്ച് നേരം നിർത്തി വെച്ചിട്ട് ഇനി തുടങ്ങാം എന്ന് പറഞ്ഞുകൊണ്ട് രണ്ടാമത് തുടങ്ങാൻ നിൽക്കരുത്. 67 ദിവസവും കൊണ്ട് അത് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നീട് ഒരു സംസാരം വരുമ്പോൾ അതിൽ നിങ്ങൾ ആരെങ്കിലും ഒരാളെന്ന് താന്നു കൊടുക്കുക. അതല്ലെങ്കിൽ തങ്ങളിൽ വഴക്കാണെങ്കിൽ ഐക്യമത്യ പൂജയോ ഐക്യമത്യ ഹോമമോ ഒരു വർഷക്കാലം ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ തമ്മിലെ ആ ഒരു അകൽച്ചയും ആ ഒരു വഴക്കും ഒക്കെ അങ്ങ് മാറിക്കോളും. എന്തായിരുന്നാലും 67 ദിവസം കൊണ്ട് കുടുംബ ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളവരാണെങ്കിൽ പോലും അവർക്കത് പരിഹരിച്ച് വരുന്നതായിട്ട് കാണാൻ കഴിയും. അടുത്തത് ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവരുടെ കാര്യമാണ്. കാരണം ബിസിനസ്സിൽ ഈ പറഞ്ഞ രീതിക്ക് നടത്തിക്കൊണ്ട് പോകുന്നു, അത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞ് നടക്കുന്ന ആൾക്കാർ, അതായത് അവർ വെറുമാക്ക് പറഞ്ഞ് നടക്കുന്നതല്ല, അവർ അവരുടെ ബിസിനസ് ഓരോ ദിവസവും മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. പക്ഷേ ഉദ്ദേശിച്ച ഒരു വരുമാനം ഇങ്ങോട്ട് കിട്ടുന്നില്ല, അല്ലെങ്കിൽ പിന്നെ കച്ചവടങ്ങൾ നല്ല രീതിക്ക് അങ്ങോട്ട് നടക്കുന്നില്ല. അപ്പോൾ ആ ഒരു അവസ്ഥ മാറിക്കിട്ടുന്ന സമയമാണ് ഈ 67 ദിവസങ്ങൾ എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ബിസിനസ്സിൽ നല്ല രീതിക്ക് പുരോഗതി ഉണ്ടാകാം. അതുപോലെ തന്നെ കച്ചവടങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ഒരുപാട് സെയിൽ നടക്കാനും ഒക്കെ പറ്റുന്ന സമയമാണ്. അതുപോലെ മാനസിക പിരിമുറുക്കത്തിൽ പെട്ട് നിൽക്കുന്ന ചില ആൾക്കാർ സാമ്പത്തിക പ്രശ്നങ്ങളാലും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളാലും മാനസികമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് മാനസിക പിരിമുറുക്കത്തിൽ നിന്നും മുക്തി നേടാനും പറ്റുന്ന ഒരു സമയമാണ് ഈ 67 ദിവസങ്ങൾ എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും അവർക്ക് നല്ല അനുകൂലമായിട്ടുള്ളൊരവസ്ഥ തന്നെ വരും. വിദേശയാത്ര ആഗ്രഹിച്ചിരിക്കുന്നവർക്ക് അത് ഒരു പക്ഷേ തടസ്സങ്ങൾ നേരിട്ടിട്ടുണ്ടാകാം, പക്ഷേ ഈ 67 ദിവസത്തിനകം വിദേശത്ത് പോകാൻ കഴിയുന്നതാണ്. പിന്നെ ഈ തൊഴിൽ നോക്കി നടക്കുന്ന ചില ചെറുപ്പക്കാർ ഉണ്ട്. അവർക്ക് തൊഴിലിന് വേണ്ടി ഒരുപാട് ശ്രമിച്ചിട്ടും എങ്ങും ആവാത്തൊരവസ്ഥ വന്ന് നിൽക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് തൊഴിൽ കിട്ടും. തീർച്ചയായിട്ടും ഈ 67 ദിവസത്തിനകമായിട്ട് തൊഴിൽ കിട്ടും. നിലവിൽ തൊഴിൽ നിൽക്കുന്നവർക്ക് വലിയ ഒരു വരുമാനം, ഈ ശമ്പളം ഉദ്ദേശിച്ച തരത്തിലുള്ള ഉയർച്ച ഇല്ലാത്തത് കൊണ്ട് തന്നെ അവർക്കൊരു താല്പര്യക്കുറവ് പോലെ ആയിരിക്കും നിന്നിരിക്കുന്നത്. പക്ഷേ അവർക്ക് പ്രമോഷൻ കിട്ടി ശമ്പള വർധന ഉണ്ടാകാനും കഴിയുന്ന ഒരു സമയമാണ്. അതുപോലെ എക്സാം എഴുതുന്ന കുട്ടികൾ മികച്ച വിജയം കരസ്ഥമാക്കാൻ പറ്റുന്ന ഒരു സമയമാണ്. പിന്നെ ഈ ദാമ്പത്യ കുടുംബ പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകും. മംഗളകർമ്മങ്ങളിലൊക്കെ പങ്കെടുക്കാനും സന്തോഷ വാർത്തകൾ കേൾക്കാനും ഒക്കെ കഴിയും. അതിന് നമ്മൾ ചില പരിഹാരങ്ങൾ, അതായത് ഈ പറഞ്ഞ നല്ല ഗുണങ്ങളെല്ലാം നമ്മളിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ ചില പരിഹാരങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ പ്രധാനമായിട്ടും മകം, പൂരം, ഉത്രം, കാൽ ഈ നക്ഷത്രക്കാർ അനുഷ്ഠിക്കേണ്ടതായിട്ടുള്ള ചില പരിഹാര കർമ്മങ്ങളുണ്ട്. അതേതൊക്കെയെന്ന് ഇനി പറയാം. ശിവക്ഷേത്രത്തിൽ പഞ്ചാക്ഷരി മന്ത്രം 108 തവണ എഴുതി സമർപ്പിക്കണം. അതായത് നമ്മളൊരു വെള്ളപ്പേപ്പർ എടുത്തിട്ട് ഓം നമ ശിവായ എന്ന് താഴെയായിട്ട് എഴുതി ഒരു 108 തവണ അത് എഴുതി പൂർത്തിയാക്കിയതിന് ശേഷം അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ കൊണ്ടുവന്ന് തൊഴുത് അവിടെ സമർപ്പിക്കണം. കേടില്ലാത്ത 11 കൂവളത്തില അതുപോലെ തന്നെ മഹാദേവന് മുന്നിലേക്ക് സമർപ്പിക്കുക. ഇപ്പം വേനൽക്കാലമാണ്, അതുകൊണ്ട് തന്നെ മരങ്ങളെല്ലാം കരിഞ്ഞു നിൽക്കുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ തീർച്ചയായിട്ടും കൂവളത്തില കിട്ടാൻ ഇത്തിരി പ്രയാസമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അതുണ്ടെങ്കിൽ മാത്രം സമർപ്പിക്കുക, ഇല്ലെങ്കിൽ കൂവളത്തിലെ ആവുന്ന സമയത്ത് കൊണ്ടുവന്ന് കൊടുത്താലും മതി. പിന്നെ മഹാദേവന് ധാര പിൻവിളക്ക് 5 മാസങ്ങളിൽ ചെയ്യണം. മാസത്തിലെ ഒരു ദിവസം നിങ്ങൾ തിരഞ്ഞെടുത്തിട്ട് വേണമെങ്കിൽ പക്ക പിറന്നാൾ തന്നെ തിരഞ്ഞെടുത്തോളൂ. അതിൽ ആ ഒരു ദിവസം നിങ്ങൾ ശിവക്ഷേത്രത്തിൽ ചെന്നിട്ട് ധാര, പിൻവിളക്ക് എന്നീ വഴിപാടുകൾ 5 മാസക്കാലമായിട്ട് നടത്തണം. അതുപോലെ തന്നെ ബുദ്ധമന്ത്രം, അത് കമൻറ്റിൽ പിൻ ചെയ്തേക്കാം. ബുദ്ധമന്ത്രം
ബുധനാഴ്ച ദിവസങ്ങളിൽ 108 തവണ ജപിക്കണം. നമ്മൾ ഈ മന്ത്രം ജപിക്കുമ്പം ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ നാമം പോലെ അല്ല മന്ത്രം. കാരണം നാമം ജപിക്കുകയാണെങ്കിൽ ആ ഒരു ദിവസം വല്ല മീനോ ഇറച്ചിയോ ഒക്കെ കഴിച്ചിരിക്കുന്നവർ, അല്ലെങ്കിൽ മുട്ടയോ ഒക്കെ കഴിച്ചിരിക്കുന്നവർക്കാണെങ്കിൽ കുളിച്ച് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നാമം ജപിക്കുന്നതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടില്ല. പക്ഷേ മന്ത്രങ്ങൾ അങ്ങനല്ല. മന്ത്രങ്ങൾ ശുദ്ധവൃത്തിയോടെ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ തിരിച്ചടി കിട്ടും. തിരിച്ചടി കിട്ടുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനാണോ നമ്മൾ ചെയ്യുന്നത്, എന്ത് നന്നാവാനാണോ ചെയ്യുന്നത്, അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് സംഭവിക്കും. മനസ്സിലായോ? അപ്പോൾ തീർച്ചയായിട്ടും എന്താണ് ശ്രദ്ധിക്കേണ്ടത്? പരമാവധി ഈ ബുധൻ്റെ മന്ത്രം എന്നൊക്കെ പറയുന്നത് രാവിലെ അങ്ങ് ചെയ്യാമെന്നുണ്ടെങ്കിൽ നല്ല ഗുണം ചെയ്യും. കാരണം രാവിലെ ഉണർന്ന് വന്ന് കുളിച്ചതിന് ശേഷം ഈ മന്ത്രങ്ങളങ്ങ് ജപിക്കുക. മന്ത്രങ്ങൾ ജപിച്ചു കഴിഞ്ഞാൽ, മന്ത്രം ജപിച്ചതിന് ശേഷം അന്നത്തെ ദിവസം വേണമെങ്കിൽ പിന്നെ എന്തെങ്കിലുമൊക്കെ കഴിക്കാം, കുഴപ്പമില്ല. അല്ലെങ്കിൽ നിങ്ങൾ വൈകിട്ട് ജപിക്കാൻ നിന്ന് കഴിഞ്ഞാൽ രാവിലെ മുതൽ വൈകുന്നേരം വരെയും ഈ പറഞ്ഞതുപോലെ ഈ വക സാധനങ്ങളൊന്നും കഴിക്കരുത്. വെജിറ്റേറിയൻ മാത്രം കഴിച്ച് നിൽക്കണം. മനസ്സിലായോ? അതുകൊണ്ട് പല ആൾക്കാരും മന്ത്രം ജപിച്ചിട്ടുമൊക്കെ ഗുണം കിട്ടാത്തതിൻ്റെ കാര്യം ഇതാണ്. അത് വേണ്ട വിധത്തിൽ തന്നെ അങ്ങനെ ചെയ്യണം. പിന്നെ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിൽ തൃക്കൈവെണ്ണ സമർപ്പിക്കണം. അതുപോലെ ആവശ്യങ്ങൾക്കായിട്ട് ഇറങ്ങിത്തിരിക്കുമ്പോഴൊക്കെ, ഇപ്പോൾ എക്സാം, ഇൻ്റർവ്യൂ അല്ലെങ്കിൽ ബിസിനസ്സിൻ്റെ ആവശ്യം, അതുപോലെയുള്ള കാര്യങ്ങൾക്ക് ഇറങ്ങിത്തിരിക്കുമ്പോൾ ചുവപ്പ്, കാവി, പച്ച ഇതിലേതെങ്കിലും നിറം തിരഞ്ഞെടുക്കുന്നത് വളരെയധികം ഗുണം ചെയ്യും. കാരണം ഇപ്പോഴത്തെ അവരുടെ സമയം വെച്ചിട്ട് ആ നിറങ്ങൾ അവർക്ക് വസ്ത്രത്തിൽ ഉൾപ്പെടുത്തി, അല്ലെങ്കിൽ ആ നിറങ്ങളോട് കൂടിയ വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ അവർക്ക് അതൊക്കെ അനുകൂലമായിട്ട് വരും. അതായത് ഈ 3 നക്ഷത്രക്കാർക്ക്. അതുപോലെ ശനി അഷ്ടമത്തിൽ നിൽക്കുന്ന അവസ്ഥയാണ്, അഷ്ടമ ശനി നടക്കുന്ന സമയമാണിത്. അപ്പോൾ തീർച്ചയായിട്ടും ശാസ്താപ്രീതി വരുത്തുന്നതും ഇവർക്ക് ഈ ഗുണഫലങ്ങൾ യാതൊരു തടസ്സവും കൂടാതെ അവരിലേക്ക് എത്താൻ വളരെയധികം പ്രയോജനം ചെയ്യും. അതിന് ശാസ്താവിന് നീരാഞ്ജനം, അതുപോലെ ശനി മന്ത്രജപം നടത്തുന്നതൊക്കെ വളരെ ഗുണം ചെയ്യും. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ കറക്റ്റായിട്ട് ഈ 3 നക്ഷത്രക്കാർ അനുഷ്ഠിക്കണം. അത് അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും 67 ദിവസങ്ങൾ കൊണ്ട് ഇവർക്ക് നല്ല മാറ്റം ഉണ്ടാകും. കാരണം പറഞ്ഞ കാര്യങ്ങൾ കറക്റ്റായിട്ട് ചെയ്തവർക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. ഈ ഉഴപ്പ് കാണിക്കുന്നവർക്കും അവരുടെ സൗകര്യത്തിനനുസരിച്ച് ചെയ്യുന്നവർക്കും ഒക്കെയാണ് ഈ പറയുന്ന റിസൾട്ട് കിട്ടാതിരിക്കുന്നത്. കൂടുതലും ഈ നെഗറ്റീവായിട്ട് കമൻ്റ് ഇടുന്നവർ അങ്ങനെയുള്ളവരാണ്. ഇത് വേണം, ഇത് ചെയ്യണം എന്ന മനസ്സോടുകൂടി മുടങ്ങാതെ ചെയ്യുന്ന ഒരു വ്യക്തിക്കാണ് യാതൊരുവിധ തടസ്സങ്ങളും കൂടാതെ ആ ഗുണം അവർക്ക് ലഭിക്കുന്നത്. അടുത്തത് ഉത്രം മുക്കാൽ, തിരുവോണം, അവിട്ടം ആദ്യ പകുതി, ഈ 3 നക്ഷത്രക്കാർക്കാണ്. തീർച്ചയായിട്ടും ഇവരുടെയും തൊഴിൽ തടസ്സം മാറുകയാണ്. അതുപോലെ തൊഴിൽ പുരോഗതി ഉണ്ടാകുന്നു. നിലവിൽ തൊഴിലുള്ളവർക്ക് അത് ഉയർച്ചയുണ്ടാകാനും ഒക്കെ, അല്ലെങ്കിൽ പ്രമോഷൻ ഉണ്ടാവാനൊക്കെയുള്ള സാധ്യത കൂടുതലായിട്ട് വരുന്നുണ്ട്. അതുപോലെ ഇവരിൽ പിണങ്ങിപ്പോയ ചില ആൾക്കാരുണ്ട്, അവർ ഇവരിലേക്ക് തിരിച്ചു വരാനൊക്കെയുള്ള ഒരു സാധ്യത ഈ സമയങ്ങളിൽ കാണുന്നുണ്ട്. അതുപോലെ തന്നെ വീട്ടിലേക്ക് പുതിയ സാധനങ്ങൾ വാങ്ങാൻ സാധ്യതയുണ്ട്. അത്യാവശ്യം വില കൊടുത്ത് തന്നെയുള്ള സാധനങ്ങൾ, വില കൂടിയ സാധനങ്ങളുണ്ടല്ലോ, അതൊക്കെ വാങ്ങാനൊക്കെയുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. അതുപോലെ ആഗ്രഹങ്ങൾ സഫലീകരിക്കുന്ന സമയമാണ്. ഒരുപക്ഷെ നേരത്തെ മുടങ്ങിപ്പോയിട്ടുള്ള എന്തെങ്കിലും പ്രവർത്തനങ്ങൾ ഇവർ തുടർന്ന് പുനരാരംഭിക്കാനൊക്കെയുള്ള ഒരു സാധ്യത ഈ സമയത്ത് കാണുന്നുണ്ട്. അത് ഇപ്പോൾ ആരംഭിച്ചു കഴിഞ്ഞാൽ അവർക്കത് പൂർത്തീകരിക്കാൻ കഴിയും. അതായത് പൂർണ്ണതയിലെത്തി പൂർത്തീകരിക്കാൻ കഴിയുന്നതാണ്. അതുപോലെ തന്നെ ഇവരുടെയും ദുരിതങ്ങൾ ഒഴിയുന്നതായിട്ടാണ് കാണുന്നത്. കടബാധ്യത ഒഴിഞ്ഞ് ധനവരവുണ്ടാകും. കുറ്റപ്പെടുത്തിയവർ ഒക്കെ മാറ്റി പറയുന്ന അവസരങ്ങൾ ജീവിതത്തിലുണ്ടാകും. അതുപോലെ തന്നെ വിദ്യാവിജയം, വിദേശവാസത്തിന് ആഗ്രഹിക്കുന്നവർക്ക് വിദേശത്ത് പോകാൻ കഴിയും. അതുപോലെ സന്തോഷ വാർത്തകൾ കേൾക്കാനും കുടുംബത്തിൽ കുഞ്ഞുങ്ങളുടെ സന്തോഷം വിളയാടാനും ഉള്ള ഒരു സാധ്യത, അതായത് കുട്ടികൾ ജനിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നതുമായിട്ടൊക്കെ കാണുന്നുണ്ട്. അതായത് ഉത്രാടം മുക്കാൽ, തിരുവോണം, അവിട്ടം ആദ്യ പകുതി എന്ന നക്ഷത്രക്കാർക്ക്. അപ്പോൾ തീർച്ചയായിട്ടും ഇവർക്ക് പറഞ്ഞിരിക്കുന്ന ഗുണങ്ങൾ, അല്ലെങ്കിൽ ഇവരുടെ മഹാഭാഗ്യം ഇവരിലേക്ക് എത്താനായിട്ട് ഇവരും ചില പരിഹാര കർമ്മങ്ങൾ അനുഷ്ഠിക്കേണ്ടതായിട്ടുണ്ട്. ആ പരിഹാര കർമ്മങ്ങൾ അയ്യപ്പ ക്ഷേത്രത്തിൽ ശനിയാഴ്ച ദിവസം നീരാഞ്ജനം നടത്തണം. അതുപോലെ ഒരു വർഷക്കാലം ചെയ്യുന്നത് ഗുണം ചെയ്യുന്നവർക്ക്. അതുപോലെ തന്നെ കാക്കകളെ ഊട്ടണം. അത് നമ്മൾ ഭക്ഷണം കഴിച്ചിട്ട് ചിലപ്പോൾ പകുതി വരുന്ന ഭക്ഷണമൊക്കെ എവിടെയെങ്കിലുമൊക്കെ വലിച്ചെറിയാറുണ്ട്. അത് ഏതെങ്കിലും കിളികൾ വരുന്ന സ്ഥലം നോക്കിയിട്ട്, അല്ലെങ്കിൽ കാക്കകൾ സ്ഥിരമായിട്ട് ഉള്ളിടം നോക്കി, അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു ഉയർന്ന സ്ഥലത്തേക്ക് ഉയർത്തി ഇത് വെച്ചിരുന്നാൽ കാക്കകൾ കഴിച്ചോളും. കാക്കകളെ ഊട്ടുന്നത് നല്ലതാണ്. ശനിപ്രീതി കിട്ടാൻ വളരെയധികം നല്ലതാണ് കാക്കകളെ ഊട്ടുന്നത്. പിന്നെ അതുപോലെ ബുധമന്ത്രം ഇവരും ജപിക്കുക. 108 തവണയാണ് ജപിക്കേണ്ടത്. അതുപോലെ ഇവർ ചെയ്യേണ്ട ഒരു കാര്യം, ഓം നമോ ഭഗവതേ വാസുദേവായ 108 തവണ ഒരു വെള്ള പേപ്പർ എടുത്തിട്ട് അതിൽ താഴെയായിട്ട് എഴുതി 108 തവണ എഴുതിയ ശേഷം അടുത്തുള്ള ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ബുധനാഴ്ച ദിവസത്തിൽ പോകണം. എന്നിട്ട് അത് ബുധനാഴ്ച അവിടെ ചെന്ന് തൊഴുത് പ്രാർത്ഥിച്ചതിന് ശേഷം 108 തവണ എഴുതിയ മന്ത്രം
അത് ആ ക്ഷേത്രത്തിൽ സമർപ്പിക്കണം. അതുപോലെ നിങ്ങളും ഈ പറഞ്ഞതുപോലെ ആവശ്യങ്ങൾക്കായിട്ട് ഇറങ്ങിത്തിരിക്കുമ്പോൾ, എക്സാമിനോ ഇൻ്റർവ്യൂവിനോ തൊഴിലിൻ്റെ കാര്യത്തിനോ അല്ലെങ്കിൽ ബിസിനസ്സിനോ അല്ലെങ്കിൽ കലാപരമായിട്ടുള്ള കാര്യത്തിനോ എല്ലാം ഇറങ്ങിത്തിരിക്കുമ്പോൾ കറുപ്പ്, കടും നീല, പച്ച എന്നീ നിറങ്ങൾ നിങ്ങൾ വസ്ത്രങ്ങൾക്കായിട്ട് ഉപയോഗിച്ചാൽ ഇറങ്ങിത്തിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഭാഗ്യത്തിലേക്ക് എത്താൻ വളരെ സാധ്യത കൂടുതലാണ്. അതുപോലെ തന്നെ 7.5 ശനി കാലമാണ്. അതുകൊണ്ട് തന്നെ ശനിയാഴ്ച ദിവസങ്ങളിൽ വീട്ടിൽ എള്ളുകിഴി കത്തിക്കുന്നത് ദോഷങ്ങൾ അകലാൻ സഹായിക്കുന്ന ഒന്നാണ്. തീർച്ചയായിട്ടും ഈ പറഞ്ഞ പരിഹാരങ്ങൾ നിങ്ങൾ ചെയ്താൽ ഈ മഹാഭാഗ്യം നിങ്ങളിലേക്ക് എത്തുക തന്നെ ചെയ്യും. അടുത്തത് കാർത്തിക മുക്കാൽ, രോഹിണി, മകയിരം ആദ്യ പകുതി നക്ഷത്രക്കാരാണ്. ഇവർക്കും കടബാധ്യതകൾ ഒഴിയുന്ന സമയമാണ്. അതുപോലെ തന്നെ സാമ്പത്തികമായിട്ട് നല്ല രീതിക്ക് പുരോഗതി ഉണ്ടാകും. അതുപോലെ സന്തോഷ വാർത്തകൾ കേൾക്കാനിടയാകും. മാനസിക പിരിമുറുക്കങ്ങളിൽ നിന്നും മുക്തി ലഭിക്കുന്നതാണ്. അതുപോലെ ദാമ്പത്യ പ്രശ്നങ്ങൾ വലിയ രീതിക്ക് അലട്ടിയിട്ടുണ്ടാകും ഇവരിൽ ചിലർക്ക്. തീർച്ചയായിട്ടും അത് പരിഹരിച്ച് കാലങ്ങളായിട്ട് നീണ്ടു നിന്ന പിണക്കമോ അതല്ലെങ്കിൽ എന്തെങ്കിലും ശത്രുതയോ ഒക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം മാറി 2 പേരും തങ്ങളിൽ സന്തോഷത്തോടു കൂടി കഴിയാൻ പറ്റുന്ന തരത്തിലുള്ള അനുകൂല സമയമാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ വിദേശത്ത് പോകാൻ ആഗ്രഹിച്ചിരിക്കുന്നവർക്ക് യാത്രാ തടസ്സം ഇതുവരെ നേരിട്ടിട്ടുണ്ട്. പക്ഷേ വിദേശത്ത് പോകാൻ സാധിക്കുന്നതായിട്ടാണ് സമയം അനുകൂലമായിട്ട്. ഇന്ന് മുതൽ 67 ദിവസത്തിനകം അനുകൂലമായിട്ടുള്ള ഒരു അവസ്ഥ നിങ്ങളിലേക്ക് ഉണ്ടാകും. അതുപോലെ വിദ്യാരംഗങ്ങളിൽ പ്രവർത്തിക്കുന്ന കുട്ടികൾക്ക് വിദ്യാഭ്യാസപരമായിട്ട് തന്നെ ഉയർച്ചയുണ്ടാവും. എക്സാമുകൾ വിജയിക്കുന്ന അവസ്ഥ വരും. അതുപോലെ കലാരംഗത്ത് പ്രവർത്തിക്കുന്ന കലാകാരന്മാർക്ക് പ്രശസ്തി ഉണ്ടാകാനും പുതിയ പുതിയ അവസരങ്ങൾ അവർക്ക് കിട്ടാനുമൊക്കെ സാധ്യത കൂടുതലായിട്ടുണ്ട്. അതുപോലെ ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അവരുടെ ബിസിനസ് ഉയർത്തിക്കൊണ്ട് വരാൻ പറ്റുന്ന തരത്തിലുള്ള സമയമാണ്. തീർച്ചയായിട്ടും തടസ്സങ്ങളെല്ലാം മാറും. ഇവർ ചെയ്യേണ്ട പ്രധാന പരിഹാരം എന്തെന്നാൽ, നമ്മൾ ക്ഷേത്രദർശനം നടത്തുന്ന സമയത്ത് മെയിൻ ക്ഷേത്രത്തിന് ചുറ്റുമായിട്ട് ഉപദേവാലയങ്ങൾ കാണാറുണ്ട്. അവിടെ ഗണപതി, ശാസ്താവ്, മുരുകൻ, ബ്രഹ്മരക്ഷസ് എന്നീ പ്രതിഷ്ഠകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അവിടെ തന്നെ ചില ക്ഷേത്രങ്ങളിൽ യക്ഷിയമ്മ പ്രതിഷ്ഠയും നമ്മൾ കണ്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും യക്ഷിയമ്മ പ്രതിഷ്ഠയുള്ള ഒരു ക്ഷേത്രത്തിൽ ചെന്നിട്ട്, അതായത് വെള്ളിയാഴ്ച ദിവസം ചെല്ലണം. വെള്ള കളർ വസ്ത്രം, ഷർട്ടെങ്കിൽ ഷർട്ട് വെള്ള നിറത്തിലുള്ളത്, അല്ലെങ്കിൽ സ്ത്രീകൾക്കാണെങ്കിൽ സാരി ആണെങ്കിലും ചുരിദാറാണെങ്കിലും മറ്റ് വസ്ത്രമാണെങ്കിലും ആ ധരിച്ചിരിക്കുന്ന വസ്ത്രത്തിൽ വെള്ളയും കൂടെ ഉണ്ടെങ്കിൽ നല്ലതാണ്. കടും നിറങ്ങൾ ഒഴിവാക്കണം. എന്നിട്ട് വെള്ളിയാഴ്ച ദിവസം ത്രിസന്ധ്യ സമയം യക്ഷിയമ്മയ്ക്ക് മുന്നിലേക്ക് ചെന്ന് കരിവള വാങ്ങിച്ച് യക്ഷിയമ്മയ്ക്ക് മുന്നിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. ഒരു 5 മാസക്കാലമെങ്കിലും അത് തുടർച്ചയായിട്ട് ചെയ്യണം. അതുപോലെ തന്നെ ഓം നമോ ഭഗവതേ വാസുദേവായ 108 തവണ എഴുതി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ സമർപ്പിക്കണം. അതിനോടൊപ്പം തൃക്കൈ വെണ്ണയും കൂടെ ഇവർ നടത്തണം. പിന്നെ ബുധമന്ത്രമുണ്ട് ഇവർക്ക്. ആ ബുധമന്ത്രം ബുധനാഴ്ച ദിവസങ്ങളിൽ 108 തവണ ജപിക്കണം. അല്ലാത്ത ദിവസങ്ങളിൽ 9 പ്രാവശ്യം വെച്ച് ജപിക്കണം. അതുപോലെ ഇവരും ഈ പറഞ്ഞതുപോലെ ആവശ്യങ്ങൾക്കായിട്ട് ഇറങ്ങിത്തിരിക്കുമ്പോൾ, അതായത് ഇൻ്റർവ്യൂ, എക്സാം, ആ വക കാര്യങ്ങൾക്കൊക്കെ ഇറങ്ങിത്തിരിക്കുമ്പോൾ അവർക്കത് ഗുണം ചെയ്യാൻ, അല്ലെങ്കിൽ അവർക്കത് ഭാഗ്യത്തിലേക്ക് എത്താൻ, അല്ലെങ്കിൽ അവർക്കത് ലഭിക്കാനായിട്ട്, എൻ്റെ റിസൾട്ട് ലഭിക്കാനായിട്ട് അവർ ചുവപ്പ്, കാവി, പച്ച ഇതിലെ ഏതെങ്കിലും നിറം തിരഞ്ഞെടുക്കണം. ഈ നിറത്തിലുള്ള വസ്ത്രമാണ് അവർ ധരിക്കേണ്ടത്. തീർച്ചയായിട്ടും നല്ലൊരു മാറ്റം ഇവരിലുണ്ടാകും. അതുപോലെ തന്നെ ശുക്രമന്ത്രം വെള്ളിയാഴ്ച ദിവസങ്ങളിൽ 108 തവണ ജപിക്കണം. തീർച്ചയായിട്ടും മന്ത്രം ജപിക്കുമ്പോൾ ശ്രദ്ധിച്ച് തന്നെ ജപിക്കണം. ശുദ്ധവൃത്തിയോടെ തന്നെ ചെയ്യേണ്ട കാര്യമാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ, അതായത് നാളെ മാത്രം അറിയാനിരിക്കുന്നവർ നാളെ കേട്ടിട്ട് അങ്ങ് പോകും, ഒന്നും കിട്ടത്തില്ല അവർക്ക്. എന്നിട്ട് അവർ വന്ന് കമൻറ്റ് ചെയ്യും, നിങ്ങൾ പറയുന്നതൊന്നും ഫലിക്കുന്നില്ല. ഇതാണ് അവസ്ഥ. അതുകൊണ്ട് ഇത്ര കാര്യങ്ങൾ ഇതിനകത്തിൽ ചെയ്യാനുണ്ട്. അത് ചെയ്താൽ മാത്രമേ നമുക്ക് ആ ഒരു ഗുണം ലഭിക്കത്തുള്ളൂ. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഈശ്വരൻ എല്ലാവിധ ഐശ്വര്യങ്ങളും നിങ്ങളിലേക്ക് എത്തിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.